വേറെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും സമാധാനമില്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലാതാകും എന്ന തോന്നൽ എത്രത്തോളം ശരിയാണ്? കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. ചൈനീസ് തത്വചിന്തകനായിരുന്ന കൺഫ്യൂഷ്യസിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ വലിയ മുൻചുണ്ടിക്കാരനായിരുന്നു. ആരോടും ഏത് കാര്യത്തിനും വഴക്കിടുന്ന സ്വഭാവം. അയാളുടെ ഈ സ്വഭാവം കാരണം മറ്റു ശിഷ്യന്മാരെല്ലാം പൊറുതിമുട്ടി. അവർ ഗുരുവിനോട് പരാതി പറഞ്ഞു. ഒരു ദിവസം കൺഫ്യൂഷ്യസ് തന്റെ വഴക്കാളിയായ ശിഷ്യനെ വിളിച്ചു സംസാരിച്ചു. അദ്ദേഹം ചോദിച്ചു, നിനക്ക് എത്ര പല്ലുണ്ട്? ശിഷ്യൻ ഉത്തരം പറഞ്ഞു, 32. നാവോ? ഗുരു ചോദിച്ചു. ശിഷ്യൻ ഉത്തരം പറഞ്ഞു, 1. ഇതുവരെ നിനക്ക് എത്ര പല്ല് നഷ്ടപ്പെട്ടു? 10-ൽ താഴെ. നിന്റെ നാവിനിപ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഗുരു. അപ്പോൾ ഗുരു തുടർന്നു, താൻ വലിയ ശക്തനാണെന്നാണ് പല്ലിന്റെ വിചാരം. എന്തും കടിച്ചു മുറിക്കും, ആർത്തി പിടിച്ച് ചവച്ചു തിന്നും, ഇടയ്ക്ക് നാവിനെയും കടിക്കും. പക്ഷേ എത്ര പ്രകോപനമുണ്ടായാലും നാവിന് ദേഷ്യം വരുന്നതേയില്ല. മാത്രമല്ല, പല്ലിന് ആവശ്യമുള്ളപ്പോഴെല്ലാം വേണ്ട പിന്തുണയും നാവ് നൽകുന്നുണ്ട്. അവസാനം ആരാണ് തോൽക്കുന്നത്? ശിഷ്യൻ ഒന്നും മിണ്ടിയില്ല. ഗുരു പറഞ്ഞു, വാർദ്ധക്യത്തിലെത്തുമ്പോഴും ഓരോന്നായി കൊഴിഞ്ഞ് പല്ലുകൾ ഇല്ലാതാകുന്നു. അപ്പോഴും ഒരു കേടുപാടുമില്ലാതെ നാവ് അവിടെ തന്നെ ഉണ്ടാകും. മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും വഴക്കുണ്ടാക്കുകയും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നവരുടെ നാശവും പെട്ടെന്നായിരിക്കും. എന്നാൽ സൗമ്യമായി ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ സമാധാനവും ദീർഘായുസ്സും പ്രാപ്തമാകും. അതെ, വേറെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും സമാധാനമില്ലെങ്കിൽ അതിലൊന്നും ഒരർത്ഥവുമില്ലാതാകും. സമാധാനപൂർണമായി ജീവിക്കാനുള്ള വഴികൾ നമുക്ക് കണ്ടെത്തും. ശുഭദിനം.